സ്പോർട്സിൽ തന്നെ വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ള വിഷയങ്ങൾ അതല്ലാതെ ഒഴികെ കൂടുതലായിട്ട് മറ്റു വിഷയങ്ങളായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ചർച്ച ചെയ്യാറുണ്ട്. ആ വിഷയങ്ങൾ രാഷ്ട്രീയം, സാമൂഹികം, സാമ്പത്തികം, പ്രൊഫഷണൽ, അഡൻസ് ഉള്ള വിഷയങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള ടോട്ടൽ എല്ലാ വിഷയങ്ങളെക്കുറിച്ചും നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഇതിൽ തന്നെ വളരെയധികം ആൾക്കാരുമായിട്ട് അപ്പോൾ ഇടപെടാനായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. കേരളത്തിൽ ഇങ്ങേയറ്റം തൊട്ട് അങ്ങേയറ്റം വരെയും ഇന്ത്യയിൽ എവിടെ ഇല്ലാത്തത് എന്നുള്ളത് പറഞ്ഞാലാണ് കൂടുതലാകുന്നത്. ഉള്ളത് പറയാൻ പോയി കഴിഞ്ഞാൽ ആ സ്റ്റേറ്റുകൾ വളരെയധികം ആയതുകൊണ്ടാണ്. ജമ്മു കാശ്മീർ, അതുപോലെ തന്നെ ഹിമാലയത്തിൻ്റെ സൈഡിൽ കിടക്കുന്നതായിട്ടുള്ള ചെറിയ ഭൂട്ടാൻ, മേഘാലയ, ആസാം, ഭൂട്ടാൻ അങ്ങനെ പറയുന്നതായിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ ഹരിയാനയിൽ കുറവ്, ബീഹാറിൽ കുറവ്. ബാക്കി എല്ലാ സ്റ്റേറ്റിലേക്കുള്ള ആൾക്കാരുമായിട്ടും ഇടപെടുവാനായിട്ട് സാധിക്കുന്നത് പോലെ തന്നെ വിദേശ രാജ്യങ്ങളിൽ ഒരുവിധപ്പെട്ട എല്ലാ പ്രദേശങ്ങളുമായിട്ടും ഇടപെടാനായിട്ട് സാധിക്കുന്ന ആ വ്യക്തികൾ അല്ലെങ്കിൽ ആ വ്യക്തികളിലേക്ക് നമ്മുടേതായിട്ടുള്ള വിഷയങ്ങൾ അവതരിപ്പിക്കുവാനായിട്ട്, അവരുടേതായിട്ടുള്ള വിഷയങ്ങൾ കേൾക്കുവാനായിട്ട്, അത് ഫോണായിട്ടോ അല്ലെങ്കിൽ മെസ്സേജായിട്ടോ കിട്ടുവാനായിട്ടുള്ള സാധ്യത ഉള്ള അവസ്ഥയിൽ നമുക്ക് ഈ വിഷയങ്ങളെക്കുറിച്ചെല്ലാം ചർച്ച ചെയ്യുവാനായിട്ട് എനിക്ക് സാധിക്കുന്നു. അതുപോലെ തന്നെ ഈ സോഷ്യൽ മീഡിയാസ് വന്നതിന് ശേഷം ഇതുപോലുള്ള കാര്യങ്ങൾ പല സ്ഥലങ്ങളിലേക്കും ഇട്ടുപിടി എന്ന് പറഞ്ഞ പോലെ പെട്ടെന്ന് പോകുന്നതായിട്ടുള്ള വിഷയം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അതെന്തുകൊണ്ടെന്ന് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഡിജിറ്റൽ യുഗം ആയതുകൊണ്ട് തന്നെയാണ്. അതിൽ സംസാരിച്ചിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ബന്ധങ്ങൾ തമ്മിലുള്ള ദൃഢതയില്ലായ്മ. പുറമേ ഞങ്ങൾ വളരെയധികം സ്നേഹത്തിലാണ്, സന്തോഷത്തിലാണ് എന്ന് വിചാരിക്കുന്ന ബന്ധങ്ങൾ ഭൂരിപക്ഷവും വളരെയധികം മോശമായിട്ടുള്ള സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. പ്രത്യേകിച്ചൊരു വീട്ടിലെ അപ്പൻ, അമ്മ, ആ വീട്ടിലെ തന്നെ സഹോദരങ്ങൾ, ഓർത്തോണേ, ഒരൊറ്റ അപ്പൻ അമ്മയിൽ നിന്നുണ്ടായിരിക്കുന്ന സഹോദരങ്ങൾ, അവർ തമ്മിലുള്ള രൂക്ഷമായിട്ടുള്ള അവസ്ഥകൾ. അപ്പോൾ പിന്നെ പുറത്തുള്ള കാര്യങ്ങൾ പറയേണ്ട കാര്യമില്ലല്ലോ. അതാണ് മുമ്പേ പറഞ്ഞത്, പുറമേ വളരെ സ്നേഹത്തോടെ കാണിക്കുകയും ചെയ്യും, എന്നാൽ ഇവർ തമ്മിൽ വലിയ ബഹളമായിരിക്കും. പ്രത്യേകിച്ച് ആദ്യ കാലഘട്ടങ്ങളിൽ സഹോദരങ്ങൾ, ചേട്ടൻ്റെ കല്യാണം നടക്കണം, അല്ലെങ്കിൽ പെങ്ങന്മാരുടെ കല്യാണം നടക്കണം, അല്ലെങ്കിൽ അതുപോലുള്ള മറ്റ് സാമ്പത്തിക വിഷയങ്ങൾ നടക്കണം എന്നുള്ള രീതിയിൽ പരസ്പര സഹായത്തോടുകൂടി നിൽക്കുകയും ഇവരുടെ വിവാഹം കഴിയുന്നതോടുകൂടി ഈ ബന്ധങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ടാവുകയാണ്. തന്നെക്കാട്ടിലും ഉയർന്ന ലെവലിലാണോ മറ്റവൻ ജീവിക്കുന്നത്, തന്നെക്കാട്ടിലും ഉയർന്ന ലെവലിലാണോ അവൾ ജീവിക്കുന്നത്, അതിനെക്കാട്ടിലും കൂടുതലായിട്ട് വരികയാണ് ഇവരുടെ മക്കൾ ആയതിനു ശേഷം തങ്ങളുടെ മക്കളെക്കാട്ടിലും കൂടുതലുള്ള ലെവലിലേക്ക് അവരുടെ പഠനം അല്ലെങ്കിൽ അവരുടെ ജോലി എത്തിയോ. ഇങ്ങനെ ഒരു തരത്തിൽ അല്ലാതെ മറ്റൊരു തരത്തിൽ വലിയ ഭീകരമായിട്ടുള്ള അവസ്ഥയിലൂടെ കടന്നു പോകുന്നതായിട്ടുള്ളതാണ് ഭൂരിപക്ഷ ലെവലിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അതിൽ തന്നെ പിന്നെ വിവാഹത്തിൻ്റെ സ്ത്രീധനത്തിൻ്റെ ലെവല്, വീതം വെപ്പ്, സ്ഥലത്തിൻ്റെ വീതം വെപ്പ്, ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ പറയാതിരിക്കുന്നതാണ് നല്ലത്. അതിനെക്കുറിച്ചുള്ള അടിപിടി മാത്രമല്ല, ഏറ്റവും മൃഗീയമായിട്ടുള്ള കാര്യങ്ങൾ വരെ നമ്മൾ കേൾക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ബന്ധത്തിൽ നിന്നുള്ള അവസ്ഥകളുടെ ശോചനീയാവസ്ഥ ഭീകരമായിട്ട് തന്നെയാണ് നിലനിൽക്കുന്നത് എന്നുള്ളത് നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെയും മറ്റ് സോഷ്യൽ മീഡിയയിലൂടെയും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇവരുടെ എല്ലാം പുറം കാഴ്ചകളിൽ ഇവർ എത്രത്തോളം അഭിനയിക്കുകയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. പ്രത്യേകിച്ച് നമ്മൾ ഒരിക്കലും സാമ്പത്തികമായിട്ടുള്ള ഇടപാടോ ജോലി സംബന്ധമായിട്ടുള്ള കാര്യത്തിലോ ഒരിക്കലും ബന്ധക്കാരുമായിട്ട് ഇടപെടാൻ പാടില്ല. കാരണം മറ്റുള്ളവരുമായിട്ടാണെങ്കിൽ ആ ക്യാഷ് തന്നിട്ടില്ല എങ്കിൽ നമുക്ക് കേസ് കൊടുക്കാം. അല്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരുമായിട്ട് ശാരീരികമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉപദ്രവിക്കുന്ന ലെവൽ കണ്ടിട്ടുണ്ട്. അടിയും പിടിയിലൂടെ കാശ് മേടിക്കുന്നു. ബന്ധുക്കളാകുമ്പോൾ മറ്റു ബന്ധുക്കൾ ഇതിലിടപെടത്തില്ല. ഞങ്ങൾ എന്തിനാണ് ഇടപെട്ട് ഇയാളുമായിട്ട് പിണങ്ങുന്നത് എന്നുള്ളത് കണ്ട് ന്യായം നമ്മുടെ ഭാഗത്താണ് ഉള്ളതെങ്കിൽ തന്നെയും അവരിടപെടുകയില്ല. നമുക്കൊരു ക്യാഷ് തരുവാനായിട്ടുണ്ട് എങ്കിൽ അവർ അതിനെ പിന്നീട് മറികണ്ഠം നടത്തും. മറ്റുള്ളവർ അറിഞ്ഞാൽ നാണക്കേടല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചതിന് ശേഷം എന്താണ് അവർ ചെയ്യുന്നത്, നമ്മളെക്കുറിച്ചില്ലാത്തത് പറയും. നമ്മുടെ കയ്യിൽ നിന്ന് കാശ് മേടിക്കുകയും നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ നടക്കാതിരിക്കുകയും നമ്മൾ ഏറ്റവും മോശമായിട്ടുള്ള അവസ്ഥയിലൂടെ പോവുകയും ചെയ്ത് ഈ വ്യക്തി കാശും തരുന്നില്ല, എന്നിട്ട് നമ്മളെക്കുറിച്ച് മോശമായിട്ടുള്ള ലെവലും കൂടെ സംസാരിച്ച് കഴിയുമ്പോഴുണ്ടാകുന്ന അവസ്ഥ
ആരും പറയാതെ തന്നെ ഓരോ വ്യക്തികൾക്കും അനുഭവപ്പെട്ടവർക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. അതാണ് ബന്ധങ്ങളുമായിട്ടുള്ള കാര്യങ്ങളിൽ സൂക്ഷ്മത എന്നുള്ളതല്ല, ഈ വിഷയങ്ങളിൽ ഇടപെടാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്.